RJD സഖ്യത്തിന് ബഹുദൂരം മുന്നിലെത്താൻ കഴിയുമെന്ന് എല്ലാ സർവേ പോളുകളിലും വ്യക്തമാണ്. അത് മാത്രമല്ല, 2025 നടക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ ബീഹാറിൽ ഒരു പുത്തൻ രാഷ്ട്രീയ ഉണർവ് തന്നെയായിരിക്കും സംഭവിക്കുക എന്നതും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് മത്സരിക്കുന്നത് 9 ലോക്സഭാ സീറ്റുകളിലാണ്. ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരു ബാന്ധവം RJDയും കോൺഗ്രസിനുമിടയിൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. RJD മത്സരിക്കുന്നത് 26 സീറ്റുകളിലാണെങ്കിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് 9 സീറ്റുകൾ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കേവലം വളരെ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ലീഡ് ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. എന്നാൽ RJDക്ക് അതുപോലും കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം. RJD നിലവിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും അവർക്ക് ബീഹാറിൽ നിന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലോക്സഭാ സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ ഇക്കുറി ആ രാഷ്ട്രീയ സംഹിതകളൊക്കെ മാറ്റിമറിച്ചുകൊണ്ടുള്ള ഒരു തേരോട്ടമായിരിക്കും. ബീഹാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതുവസന്തം തന്നെ രചിക്കും എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ RJDയുടെ നേതാവായിട്ടുള്ള തേജസ്വി യാദവ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് ബീഹാർ ചരിത്രത്തിൽ നടത്തുന്നത്. നമുക്കറിയാം, അഗ്നിവീർ സ്കീം ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉളവാക്കിയത് ബീഹാറിലായിരുന്നു. അന്ന് ഐക്യ ജനതാദളും BJPക്ക് എതിരായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. എന്നിട്ട് സന്ദർഭത്തിനനുസരിച്ച് കൂടുമാറുന്ന നിതീഷ് കുമാറിന്റെ അവസര രാഷ്ട്രീയത്തിന് JDU തകർന്ന് തരിപ്പണമാകുന്നതായിരിക്കും ഫലം എന്ന് RJD നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത് വ്യക്തമാണ്. RJDയുടെ നേതാക്കളിൽ പലർക്കും വ്യക്തമായി അറിയാം, ഐക്യ ജനതാദളിൽ നിന്നും പലരും RJDയിലേക്ക് എത്താൻ പോകുന്നു എന്നുള്ളത്. അത് മാത്രമല്ല, ഐക്യ ജനതാദളിലെ പലരും BJPയിലേക്ക് എത്തുന്നത് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. BJP ഐക്യ ജനതാദളിനെ പിളർത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇടക്കാലത്ത് മഹാഗഠബന്ധനുമായി സഖ്യം കൂടിയാലോചിച്ച് വീണ്ടും നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയത്. എന്നാൽ ഇക്കുറി വീണ്ടും JDU തിരികെ വന്നാൽ മുന്നണിയിലേക്ക് എടുക്കില്ല എന്ന് തേജസ്വി യാദവ് കട്ടയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുന്നു. അവസരവാദ രാഷ്ട്രീയം നടത്തുന്ന ഇത്തരത്തിലുള്ള നേതാക്കളെ ഒരു കാലത്തും RJDക്ക് ആവശ്യമില്ല. RJDക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരാൻ കഴിയുന്ന അന്ന് മാത്രം ബീഹാർ ഭരണം നടത്തിയാൽ മതി എന്ന് തന്നെയാണ് പാർട്ടി തീരുമാനമെന്ന് തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സർവേകളിലും മുൻതൂക്കം ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ്. ആ മുൻതൂക്കം തീർച്ചയായും ജൂൺ 4 വോട്ടെണ്ണൽ കഴിയുമ്പോഴും വ്യക്തമാകും എന്നാണ് ലാലു പ്രസാദ് യാദവും പറഞ്ഞിരിക്കുന്നത്.